ശ്രീ ഗുരുഭ്യോ നമഃ. ഒരു പുതിയ വിഷയം, പുതിയ ഒരു ദേവനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ പ്രഭാഷണത്തിൻ്റെ ഉള്ളടക്കം. പക്ഷിരാജനും വിഷ്ണു വാഹനനുമായ ഗരുഡനെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഗരുഡോപാഖ്യാനം ആണ് നമ്മൾ മനസ്സിലാക്കാൻ പോണത്. ശ്രീരാമദൂതനായ ആഞ്ജനേയ സ്വാമിയും ശ്രീ വിഷ്ണു വാഹനനായ ഗരുഡ ഭഗവാനും കേരളത്തിലെ ഹൈന്ദവരുടെ ഉപാസനാ ദേവതകൾ ആയിരുന്നില്ല പണ്ട് കാലങ്ങളിൽ. ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഹനുമാന്റെ പ്രശസ്തി കേരളത്തിൽ കൂടി വരുന്നതായി കാണുന്നുണ്ട്. എന്നാൽ ഭാഗവതവും നാരായണീയവും നമ്മുടെ മലയാളക്കരയിൽ ഏറെ പ്രസിദ്ധി ആർജിച്ചവയായിട്ടും കൂടി സാക്ഷാൽ ശ്രീമൻ നാരായണന്റെ വാഹനമായ ഗരുഡന്റെ ഖ്യാതിക്ക്, പ്രസിദ്ധിക്ക് നമ്മുടെ നാട്ടിൽ കാര്യമായിട്ട് ഒരു അംഗീകാരമുള്ളതായി കാണുന്നില്ല. പണ്ടുകാലം തൊട്ടേ ഉള്ളതായി തോന്നുന്നില്ല. നാഗശത്രുവായ പക്ഷിരാജനെ മഹാവിഷ്ണുവിൻ്റെ വാഹനമായിട്ടും കൂടി വേണ്ടത്ര പരിഗണിക്കാതെ പോയത് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ നാഗാരാധനയ്ക്ക് കൂടുതൽ പ്രാമുഖ്യമുള്ളത് കൊണ്ടാണോ എന്തോ നിശ്ചയമില്ല. ഒരു ആശ്ചര്യകരമായ വിഷയം എന്താണെന്ന് വെച്ചാൽ, വേദങ്ങളിൽ കൂടി പ്രകീർത്തിക്കപ്പെടുന്ന പക്ഷീന്ദ്രനാണ് ഗരുഡൻ. വിശാലമായ ചിറകുകൾ വിരിച്ച് അതിവേഗത്തിൽ പറക്കുന്ന ശേനൻ അഥവാ കൃഷ്ണപരുന്തിനെ കുറിച്ച് ഋഗ്വേദത്തിൽ പല മന്ത്രങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. മഹാഭാരതത്തിലെ ഗരുഡോപാഖ്യാനത്തിൻ്റെ, പ്രത്യേകിച്ച് ദേവലോകത്തിൽ നിന്നും ഗരുഡൻ അമൃതമെടുത്തുകൊണ്ടുവന്ന കഥയുടെ ഉദ്ഭവസ്ഥാനം ഋഗ്വേദത്തിലാണ് എന്നത് വ്യക്തമാണ്. ഋഗ്വേദത്തിലെ ശേനൻ റാഞ്ചിക്കൊണ്ടുവന്നത് സോമരസമാണെന്ന് മാത്രം. വിശാലമായ അന്തരീക്ഷ പഥത്തിൽ മനോവേഗത്തിൽ കൂടി പറന്ന് ദേവന്മാരുടെ ഹവിസ്സായ സോമം റാഞ്ചിയെടുത്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന യശസ്വിയായ ഈ കൃഷ്ണപരുന്തിനെക്കുറിച്ച് ഋഗ്വേദം 4-ാം മണ്ഡലം 3-ാം അധ്യായത്തിലെ 26-ാമത്തെ സൂക്തത്തിൽ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. മഹാകവി വള്ളത്തോളിൻ്റെ മലയാള വിവർത്തനമാണ് ഇത്. മരുത്തുക്കളെ, ആ പരുന്ത് പക്ഷി പക്ഷികളിൽ വെച്ച് മികച്ചവനും മറ്റ് പരുന്തുകളെക്കാൾ ശീഘ്രം പറക്കുന്നവനുമായി ഭവിക്കട്ടെ. ആ സുപർണൻ ആണല്ലോ വട്ടില്ലാ തേരിൽ ദേവന്മാരുടെ ഹവിസ് മനുവിനായി കൊണ്ടുവന്നത്. പരുന്ത് പക്ഷി പേടിപ്പിച്ച് അവിടെ നിന്ന് കൊണ്ടുപോന്നു. മനോവേഗിയായി വാരുറ്റ വഴിയിൽ ചേർന്നു. മധുരമായ സോമത്തോടുകൂടി പറന്നു. ഇങ്ങ് കീർത്തിയും നേടി. നേരെ പറക്കുന്ന ദേവസമേതനായ പരുന്ത് പക്ഷി ദൂരത്ത് നിന്ന് ആ അത്യുന്നതമായ സ്വർഗത്തിൽ നിന്ന് മത്ത് പിടിപ്പിക്കുന്ന സ്തുത്യമായ സോമം റാഞ്ചിയെടുത്ത് ഉറപ്പോടെ കൊണ്ടുപോന്നു. യജുർവേദമാവട്ടെ ഭൂമിയിലെ പക്ഷിയായിട്ടും കൂടി ദേവലോകവാസികളായ പ്രധാന വൈദിക ദേവന്മാരുടെ കൂടെ കൂട്ടിയാണ് ഗരുഡ ഭഗവാന് സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത്. യജുർവേദത്തിലെ സുപ്രസിദ്ധമായ ഒരു മന്ത്രമാണ് ഭദ്രം കർണേഭി ശൃണുയാമദേവ എന്ന് തുടങ്ങുന്ന ശാന്തി മന്ത്രം. യജുർവേദ ശാഖയിൽപ്പെട്ട എല്ലാ ഉപനിഷത്തുകളും ഈ ശാന്തി മന്ത്രത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. ഇതിൽ അനുഗ്രഹം യാചിക്കുന്നത് 4 ദേവന്മാരോട് മാത്രമാണ്: ഇന്ദ്രൻ, സൂര്യൻ, ഗരുഡൻ, ബൃഹസ്പതി. അരിഷ്ടങ്ങളെ ഇല്ലാതാക്കുന്ന, ആപത്തുകളെ നശിപ്പിക്കുന്ന ഗരുഡൻ നമുക്ക് സ്വസ്തി അരുളട്ടെ എന്ന അർത്ഥത്തിൽ സ്വസ്തിനസ്താർക്ഷ്യോ അരിഷ്ടനേമിഹി എന്നാണ് ഈ വേദമന്ത്രത്തിൽ ഗരുഡനെ പ്രശംസിച്ച് സ്തുതിച്ചിരിക്കുന്നത്. താർക്ഷ്യൻ എന്ന് വെച്ചാൽ ഗരുഡൻ. ഇന്നും ഗരുഡൻ ഒരു അത്ഭുത പക്ഷിയാണ്. പാവനമായ ഉത്സവ ദിനങ്ങളിൽ, പ്രത്യേകിച്ച് ചില വിശിഷ്ട വൈദിക യജ്ഞവേദികളിൽ, മഹാത്മാക്കളായ സന്യാസി വര്യന്മാരെ സമാധിയിരുത്തുന്ന ദിവ്യമുഹൂർത്തങ്ങളിൽ, അതുപോലെ ചില മഹാക്ഷേത്രങ്ങളിലെ കുംഭാഭിഷേകം, പ്രതിഷ്ഠാപന കർമ്മം മുതലായ സന്ദർഭങ്ങളിലൊക്കെ ശുഭസൂചകമായി ആകാശത്ത് ഗരുഡൻ ചുറ്റിപ്പറക്കുന്ന വിസ്മയം ഇന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ശബരിമലയിലെ മകരവിളക്ക് ദിവസം തിരുവാഭരണം സന്നിധാനത്തിലേക്ക് എത്തുമ്പോൾ ആകാശത്ത് ഗരുഡൻ പ്രത്യക്ഷമാവുന്നത് ഇന്നും സംഭവിക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ടൗൺ പ്ലാനിംഗ് എന്ന് പറയുന്ന നഗരനിർമ്മാണ സംവിധാനം, യാഗശാല നിർമ്മാണം,
അതുപോലെ യുദ്ധങ്ങളിൽ സൈന്യവ്യൂഹത്തിൻ്റെ വിധാനം, ഇവയിലെല്ലാം ഗരുഡസ്വരൂപത്തിൻ്റെ സ്വാധീനമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഗരുഡ പുരാണം എന്ന് ഗരുഡൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പുരാണം തന്നെയുണ്ട്. അതുപോലെ തന്നെ അഥർവവേദത്തിൻ്റെ ഭാഗമായി ഗരുഡോപനിഷത്ത് എന്ന ഒരു ഉപനിഷത്തുമുണ്ട്. ഗരുഡ പഞ്ചാക്ഷരി എന്ന് പറയുന്ന പ്രസിദ്ധ മന്ത്രം മാത്രമല്ല, ഗരുഡൻ്റെ പലതരത്തിലുള്ള മന്ത്രങ്ങളെക്കുറിച്ചും അവയുടെ അദ്ഭുത പ്രയോഗങ്ങളെക്കുറിച്ചുമൊക്കെ സത്വത സംഹിത, വിഹഗേന്ദ്ര സംഹിത പോലെയുള്ള ചില പാഞ്ചരാത്ര ആഗമങ്ങളിൽ വിശേഷിപ്പിച്ചിട്ടുമുണ്ട്. ഇത്രയേറെ മഹത്വമേറിയ പുണ്യപക്ഷിയായ ഗരുഡൻ്റെ കഥ, ഉപാഖ്യാനം മഹാഭാരതത്തിൽ വർണ്ണിച്ചിട്ടുള്ളതും അത് കൂടുതൽ കാവ്യാത്മകമായ രീതിയിൽ ഗരുഡ പഞ്ചാശത്ത് എന്ന ഒരു വിഖ്യാത സംസ്കൃത കൃതിയിൽ വിശദീകരിച്ചിട്ടുള്ളതും ആസ്പദമാക്കി കൂട്ടത്തിൽ കവി സാർവഭൗമനായ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ഭാഷാഭാരത വിവർത്തനത്തിലെ പദ്യങ്ങളും ഉദ്ധരിച്ച് പ്രൗഢഗംഭീര പക്ഷീന്ദ്രനായ ശ്രീ ഗരുഡ ഭഗവാന്റെ കഥ കുറച്ചൊന്ന് വിവരിക്കാനുള്ള ഒരു ശ്രമം നടത്താം. ഭഗവാൻ ശ്രീമദ് വ്യാസമഹർഷി രചിച്ച മഹാഭാരതത്തിൻ്റെ 18 മഹാപർവങ്ങളിൽ ആദ്യത്തെ ആദിപർവത്തിൽ അടങ്ങിയിട്ടുള്ള 100 ഉപപർവങ്ങളിൽ 5ാമത്തെ ഉപപർവമാണ് ആസ്തിക പർവം. ആദിപർവത്തിൻ്റെ 13 മുതൽ 58 വരെയുള്ള 46 അധ്യായങ്ങളാണ് ആസ്തിക പർവം. ഇതിൽ 23 മുതൽ 34 വരെയുള്ള അധ്യായങ്ങളാണ്, അതായത് ആദിപർവത്തിൻ്റെ തന്നെ 23 മുതൽ 34 വരെയുള്ള 12 അധ്യായങ്ങളാണ് ഗരുഡൻ്റെ ചരിതം വർണ്ണിക്കുന്ന ഗരുഡോപാഖ്യാനം. അതെന്താണെന്ന് നോക്കാം. സപ്തഋഷികളിൽ ഒരാളാണ് കശ്യപ മഹർഷി. കൃതയുഗ കാലത്ത് ദക്ഷ പ്രജാപതിക്കുണ്ടായ 13 പുത്രിമാരെയും വേറെയും 8 പേരെയും ഇദ്ദേഹം വിവാഹം കഴിച്ചു. ഇതിൽ അതിഥിയിൽ നിന്നും ദേവന്മാരും ദിതിയിൽ നിന്നും അസുരന്മാരും ഉണ്ടായി. മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമായ വാമനനും അതിഥിയിൽ കശ്യപ മഹർഷിക്കുണ്ടായ പുത്രനാണ്. ഇത് കൂടാതെ 12 ആദിത്യന്മാരുടെയും 11 രുദ്രന്മാരുടെയും നാഗങ്ങളുടെയും സൂര്യസാരഥിയായ അരുണൻ്റെയും പിന്നെ പക്ഷീന്ദ്രനായ ഗരുഡൻ്റെയും പിതാവാണ് ഈ കശ്യപ മഹർഷി. കശ്യപ മഹർഷിയുടെ പത്നികളിൽ കദ്രു, വിനത എന്ന് 2 പേരുണ്ടായിരുന്നു. ഈ 2 കശ്യപ പത്നികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മഹാഭാരതത്തിൽ ഗരുഡൻ്റെ കഥ തുടങ്ങുന്നത്. ഒരിക്കൽ കശ്യപ മഹർഷി തൻ്റെ ഭാര്യമാരായ കദ്രു, വിനത എന്നിവരുടെ ഭർതൃ ശുശ്രൂഷയിൽ സന്തുഷ്ടനായിട്ട് അവർക്കിഷ്ടമുള്ള വരം ചോദിച്ചോളാൻ പറഞ്ഞു. കദ്രു വേഗം തനിക്ക് സർപ്പങ്ങളെ മക്കളായി വേണം എന്ന് ആവശ്യപ്പെട്ടു. 1ഉം 2ഉമല്ല, 1000 നാഗങ്ങൾ വേണം. കശ്യപൻ ആ വരം കദ്രുവിന് കൊടുത്തു. എന്നിട്ട് വിനതയോട് ചോദിച്ചു എന്താണ് വേണ്ടതെന്ന്. ഉടൻ വിനത പറഞ്ഞു, തനിക്ക് 1000കണക്കിലൊന്നും വേണ്ട, 2 പുത്രന്മാർ മാത്രം മതി. പക്ഷെ അവർ കദ്രുവിൻ്റെ മക്കളെക്കാളും ബലത്തിലും തേജസ്സിലും വലിപ്പത്തിലും പരാക്രമത്തിലും മുന്തിയവരായിരിക്കണം. ഇതാണ് വിനത ആവശ്യപ്പെട്ടത്. ദ്വൗ പുത്രൗ വിനതാ വവ്രേ കദ്രൂപുത്രാധികൗ ബലേ തേജസാ വപുഷാ ചൈവ വിക്രമേണാധികൗ ച തൗ. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കദ്രു 1000 മുട്ടകളെ പ്രസവിച്ചു. വിനത 2 മുട്ടകളെയും. ചൂടുള്ള കുടങ്ങളിൽ ആ മുട്ടകളൊക്കെ സൂക്ഷിച്ചു വെച്ചു. 500 വർഷം കഴിഞ്ഞപ്പോൾ കദ്രു പെറ്റ മുട്ടകളൊക്കെ വിരിഞ്ഞ് കറുകറാന്ന് ഞാവൽപ്പഴത്തിൻ്റെ നിറത്തിൽ നാഗകുമാരന്മാർ 1000 പേര് പുറത്തേക്ക് വന്നു. എന്നാൽ ഇത്രയും കാലമായിട്ടും വിനതയുടെ 2 മുട്ടകൾ മാത്രം വിരിഞ്ഞതേയില്ല. തൻ്റെ കുഞ്ഞുങ്ങളെ കാണാനുള്ള കൊതി കാരണം അക്ഷമയായ വിനത മെല്ലെ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് നോക്കി. അതിൽ നിന്നും പകുതി മാത്രം പാകമായ ഒരു ശിശു പുറത്തേക്ക് വീണു. തലയും തോളുകളും 2 കൈകളും മാറിടമും വയറും മാത്രം. അതിന് താഴെ തുടകളോ കാലുകളോ ഒന്നുമില്ല. വെറും അത്യാർത്തി മൂലം തന്നെ അർദ്ധാംഗനാക്കി തീർത്ത മാതാവിനെ 500 ആണ്ടുകാലം ദാസിയായി തീരുമെന്ന് ആ ജനിച്ചു വീണ പുത്രൻ ശപിച്ചു. അർദ്ധശരീരിയായ ആ കുട്ടി അപ്പം തന്നെ ബലവാനായിരുന്നു. അവൻ ആകാശത്തേക്ക് ഉയർന്നു മറഞ്ഞു. അവനാണ് അരുണൻ. പിന്നീടൊരിക്കൽ
കോപിഷ്ഠനായ സൂര്യന്റെ ഉഗ്രതാപത്താലും അതിതീവ്ര പ്രകാശത്താലും ലോകങ്ങൾക്ക് നാശമുണ്ടാവാതിരിക്കാൻ പിതാമഹനായ ബ്രഹ്മാവ് അതിബൃഹത്തായ അർദ്ധശരീരമുള്ള അരുണനെ സൂര്യന്റെ രഥത്തിന്റെ സാരഥിയാക്കി. വികലാംഗോരുണസ്തത്ര ഭാസ്കരസ്യ പുരസ്സരഃ. സൂര്യന്റെ കോപത്തിനൊരു കാരണമുണ്ട്. രാഹു ആരുമറിയാതെ അമൃതം പാനം ചെയ്തത് സൂര്യചന്ദ്രന്മാരാണ് ദേവന്മാർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് എന്തായി? രാഹു സൂര്യചന്ദ്രന്മാരെ കൃത്യകാലങ്ങളിൽ വിഴുങ്ങി ഉപദ്രവിക്കാൻ തുടങ്ങി. താൻ ദേവന്മാർക്ക് ഉപകാരം ചെയ്തിട്ട് അവരാരും തന്നെ രക്ഷിക്കാതിരുന്നത് കൊണ്ടാണ് സൂര്യൻ ക്രുദ്ധനായത്. എന്നാൽ ഇനി ഈ ലോകം മുഴുവനും ചുട്ടെരിച്ച് മുടിച്ചേ ഞാൻ അടങ്ങൂ എന്ന് സൂര്യൻ തീരുമാനിച്ചു. അത് തടയാനുള്ള വഴിയാണ് ബ്രഹ്മാവ് കണ്ടുപിടിച്ചത്. സൂര്യന്റെ മുമ്പിൽ അതികായനായ അരുണനെ കൊണ്ടിരുത്തിയപ്പോൾ അവൻ സൂര്യന്റെ ഉഗ്രതാപത്തെയും തേജസ്സിനെയും തടഞ്ഞ് അതിൻ്റെ വീര്യം കുറച്ചു. ആദിത്യന്റെ തേരുകൾ തെളിച്ചു വരുന്ന അരുണനാണ് സൂര്യോദയത്തിന് മുൻപ് വീര്യം കുറഞ്ഞ പ്രകാശത്തോടുകൂടി കിഴക്കേ ചക്രവാളത്തിൽ തെളിയുന്ന ഇളം ചുമപ്പ് നിറം. ഈ കാലത്തായിരുന്നു പാൽക്കടൽ കടഞ്ഞ് ദേവന്മാർ അമൃതം നേടിയത്. ക്ഷീരസാഗരത്തിൽ നിന്നും ഉദ്ഭവിച്ച പല ദിവ്യവസ്തുക്കളിൽ ഒന്നായിരുന്നു ഉച്ഛൈശ്രവസ് എന്ന കുതിര. ഇങ്ങനെ ഒരു ദിവ്യമായ അശ്വം ഉണ്ടായിട്ടുണ്ട് എന്നറിഞ്ഞ കദ്രു മനസ്സിൽ എന്തോ ഒരു ദുഷിച്ച പദ്ധതി ആസൂത്രണം ചെയ്ത് വിനതയോട് ചോദിച്ചു, ആ കുതിരയുടെ നിറം എന്തായിരിക്കും എന്ന്. രണ്ടുപേർക്കും അറിയാമായിരുന്നു പാൽ പോലെ വെളുത്ത നിറമാണ് ആ കുതിരയ്ക്കെന്ന്. വിനത പറഞ്ഞു, അത് വെളുത്ത കുതിര തന്നെ. അപ്പോൾ കദ്രു പറഞ്ഞു, ഏയ്, മുഴുവനും വെളുത്തതല്ല, വാല് കറുത്തതാണ്. അതിനെ ചൊല്ലി രണ്ടുപേരും പന്തയം വെച്ചു. പന്തയത്തിൽ തോറ്റയാൾ ജയിച്ചയാളുടെ ദാസിയായി 500 വർഷം കഴിയണം. ഇതായിരുന്നു കദ്രു മുന്നോട്ട് വെച്ച നിബന്ധന. തനിക്ക് കുതിരയുടെ നിറത്തെക്കുറിച്ച് നല്ല ഉറപ്പുള്ളത് കൊണ്ട് വിനത പന്തയത്തിന് സമ്മതിച്ചു. പിറ്റേ ദിവസം പോയി കുതിരയെ കണ്ട് വാലിന്റെ നിറം എന്താണെന്നറിയാം എന്ന് രണ്ടുപേരും നിശ്ചയിച്ചു. അന്ന് രാത്രി കദ്രു തൻ്റെ സർപ്പക്കുഞ്ഞുങ്ങളെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെല്ലാവരും പോയി ഉച്ഛൈശ്രവസിന്റെ വാലിലെ ഓരോ രോമത്തിലും ചുറ്റിപ്പിണഞ്ഞ് അതിനെ കറുപ്പാക്കണം. എന്നാലേ എനിക്ക് പന്തയത്തിൽ ജയിക്കാൻ പറ്റൂ എന്ന്. സർപ്പങ്ങൾ പറഞ്ഞു, എന്താണമ്മേ ഇതൊക്കെ, ധർമ്മമാണോ? എന്തിനാണ് ഞങ്ങളെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്? പറഞ്ഞതനുസരിക്കാൻ മടി കാണിക്കുന്ന മക്കളെ നോക്കി ഉടൻ കദ്രു കൊടുത്തു ഒരു ശാപം. ഭാവിയിൽ ജനമേജയ രാജാവ് നടത്താനിരിക്കുന്ന യാഗത്തിൽ യജ്ഞകുണ്ടത്തിലെ തീയിൽ വീണ് വെന്ത് കരിഞ്ഞ് ചാരമായി തീരട്ടെ നിങ്ങളെല്ലാവരും. പേടിച്ച് ഞെട്ടി വിറച്ചുപോയി പാവം സർപ്പക്കുഞ്ഞുങ്ങളൊക്കെ. അവയെല്ലാം കൂടിയിരുന്ന് ആലോചിച്ചു. ഇഷ്ടം ചെയ്യായെങ്കിൽ മാതാവ് ശാപാൽ ഭസ്മീകരിച്ചിടും, തെളിഞ്ഞുവെന്നാൽ ശാപാർത്തി കളഞ്ഞിടും, നമുക്കുടൻ അശ്വപുച്ഛം കറുപ്പാക്കി വെച്ചിടണം അസംശയം. അമ്മ പ്രസാദിച്ചാൽ കൊടുത്ത ആ ശാപം ഒരുപക്ഷെ തിരിച്ചെടുത്തേക്കും. അതുകൊണ്ട് പോയി ആ കുതിരയുടെ വാലിൽ തൂങ്ങിക്കിടക്കുക തന്നെ, വേറെ വഴിയില്ല എന്ന് ഉറപ്പിച്ച് സർപ്പങ്ങളൊക്കെ വേഗം പോയി കുതിരയുടെ വാലിലെ രോമങ്ങളിൽ ചുറ്റി വാലിന് കൃത്രിമമായി കറുപ്പ് നിറം കലർത്തി. ബാക്കി പറയണ്ടല്ലോ, പന്തയത്തിൽ വിനത തോറ്റു. വഞ്ചിതയായ വിനതയ്ക്ക് തൻ്റെ തന്നെ പുത്രശാപത്തിൻ്റെ ഫലമായി കദ്രുവിൻ്റെ ദാസിയായി 500 കൊല്ലം കഴിയാനുള്ള യോഗമായി. ഗരുഡന്റെ അവതാരത്തിന് മുമ്പുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് അറിയിക്കാനാണ് ഇത്രയും പറഞ്ഞത്. നിശ്ചിത കാലമായപ്പോൾ വിനതയുടെ 2ാമത്തെ മുട്ട വിരിഞ്ഞു. താനെ ആ മുട്ട ഉടച്ച് അതിൽ നിന്നും ഗരുഡൻ എന്ന മഹാതേജസ്വിയായ ഒരു പക്ഷി പുറത്തേക്ക് വന്നു. ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി തിഥിയിലെ സ്വാതി നക്ഷത്രത്തിൽ, അതായത് കർക്കിടകത്തിലെ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന 5ാം പക്കം ചോതി നാളിൽ ആണ് ഗരുഡന്റെ ജനനം. അന്ന് ഗരുഡന് ആ പേരായിട്ടില്ല. എന്നാൽ പക്ഷീന്ദ്രനാവാൻ സകല യോഗ്യതയും ഉണ്ടായിരുന്ന അവൻ എങ്ങനെയായിരുന്നു? വ്യാസമഹർഷി അത് വിവരിക്കുകയാണ്. മഹാസത്വ ബലോപേതഃ സർവാ വിദ്യോതയൻ ദിശഃ കാമരൂപഃ കാമഗമഃ കാമവീര്യോ വിഹംഗമഃ അഗ്നിരാശിരിവോദ്ഭാസൻ സമിദ്ധോ അതിഭയങ്കരഃ വിദ്യുദവിസ്പഷ്ട പിംഗാക്ഷോ യുഗാന്താഗ്നി സമപ്രഭഃ പ്രവൃദ്ധഃ സഹസാ പക്ഷീ മഹാകായോ നഭോഗതഃ ഘോരോ ഘോരസ്വനോ രൗദ്രോ വഹ്നി രൗർവ ഇവാപരഃ. മഹാബലശാലിയായ ഒരു പക്ഷി,
മഹാസത്വബലോപേത. എന്നാൽ ആ ബലം സത്വഗുണത്തിൻ്റെ ബലമാണ്, ആസുര ബലമല്ല. സകല ദിക്കുകളിലും അത്യന്തം പ്രകാശം വിതറുന്ന മഹാതേജസ്വിയായി എണീറ്റ് നിൽക്കുന്നു ആ പക്ഷിക്കുഞ്ഞ്. കാമരൂപനും കാമഗമനും കാമവീര്യനുമാണ് ആ പക്ഷി. എന്ന് വെച്ചാൽ തനിക്ക് ഇഷ്ടമുള്ള രൂപമെടുക്കാനും ഇഷ്ടമുള്ള എവിടേക്കും നിഷ്പ്രയാസം പറക്കാനും ആവശ്യമുള്ള വീര്യം ഇഷ്ടം പോലെ സ്വയം ആർജിക്കാനും ആ പക്ഷി ശിശുവിന് കഴിയും. അഗ്നിദേവനേക്കാളും അത്യധികം തേജസ്സോടു കൂടിയ ഒരു പ്രളയാഗ്നിയുടെ മഹാഗോളം പോലെ അവൻ ജ്വലിക്കുന്നു. ഇളകുന്ന ഇടിവാൾ പോലെ അവൻ്റെ കണ്ണുകൾ മിന്നിത്തിളങ്ങുന്നു. തോട് പൊട്ടിച്ച് പുറത്തേക്ക് വന്ന അവൻ ചിറക് നല്ലവണ്ണം ഒന്ന് വിടർത്തി മെല്ലെ ഒന്ന് വീശി നോക്കി. എന്നിട്ട് ഉടൻ ആകാശം പിളർന്നുകൊണ്ട് മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. അത്യുഗ്രമായ അതിഘോരമായ ആരവം മുഴക്കിക്കൊണ്ടാണ് അവൻ പറക്കുന്നത്. ഗരുഡ പഞ്ചാശത്ത് എന്ന പേരിൽ 50 ശ്ലോകങ്ങളുള്ള ശ്രേഷ്ഠമായ ഒരു ഗരുഡസ്തോത്രം രചിച്ചത് ശ്രീവൈഷ്ണവ ആചാര്യന്മാരിൽ അതിവിശിഷ്ട സ്ഥാനം കൈവരിച്ചിരിക്കുന്ന സ്വാമി ശ്രീമദ് വേദാന്ത ദേശികാചാര്യർ ആണ്. ക്രിസ്ത്വബ്ദം 13-ാം നൂറ്റാണ്ടാണ് ഈ ആചാര്യൻ്റെ കാലം. കവിതാർക്കിക കേസരി എന്ന് ബഹുമാനിക്കപ്പെട്ട ഈ മഹാത്മാവ് അതിഗഹനമായ സംസ്കൃത ഭാഷാ പാണ്ഡിത്യത്തിൻ്റെ ഉടമയുമായിരുന്നു. അദ്ദേഹം രചിച്ച ഗരുഡ പഞ്ചാശത്തിലെ ഒരു ശ്ലോകം നോക്കാം. അഗാധമായ ശക്തിയും വീര്യവും ശരീരത്തിൽ തുടിക്കുന്ന ആ പക്ഷികുമാരന് എന്തു ചെയ്യണമെന്ന് അറിയുന്നില്ലത്രേ. ചെറിയ കുട്ടിയല്ലേ. അവൻ ആഹ്ലാദ തിമിർപ്പ് കൊണ്ട് കളിക്കുകയാണ്, പറന്നു കളിക്കുകയാണ്. എങ്ങനെയാണ് അവൻ്റെ ആ കളി? ക്ഷുണ്ണക്ഷോണീധരാണി ക്ഷുഭിത ചതുരകൂപാരദിമ്യത് ഗരുന്തി തൃട്യത്താരാസരാണി സ്ഥപുടിത വിബുധസ്ഥാനകാനി ക്ഷിപേയുഃ പാതാള ബ്രഹ്മസൗധാവധി വിഹിതമുധാവർത്തനാന്യസ്മൃതാർത്തിം ബ്രഹ്മാണ്ഡസ്യാന്തരാളേ ബൃഹതി ഖഗപതേർ അർഭക ക്രീഡിതാനി. ബ്രഹ്മാണ്ഡ മധ്യത്തില് അതല പാതാളം തൊട്ട് സത്യലോകം വരെ 14 ലോകങ്ങളിലും മുധാ ആവർത്തനാനി ആനന്ദത്തിമിർപ്പിൽ തലങ്ങും വിലങ്ങും ചുറ്റിപ്പറന്ന് വെറുതെ അങ്ങനെ കറങ്ങുകയാണ് ആ പക്ഷികുമാരൻ. ആ പറക്കുന്നതിൻ്റെ ദ്രുതവേഗം കാരണം ക്ഷുണ്ണക്ഷോണീധരാണി പർവ്വതങ്ങളെല്ലാം വിറയൽ കൊണ്ട് തവിട് പൊടിയാവുന്നു. പറക്കുന്നതിനിടയിൽ 4 പുറത്തുമുള്ള സമുദ്രങ്ങളിൽ ഒന്ന് മുങ്ങിപ്പൊന്തുകയാണ് ആ പക്ഷി. അതുകൊണ്ട് ചിറകുകൾ നനഞ്ഞിരിക്കുകയാണ്. വെള്ളത്തിലേക്ക് മുങ്ങാനായി വരുന്ന വേഗത്തിൽ ചിറകടിക്കുന്നതിൻ്റെ ശക്തി കാരണം ക്ഷുഭിത ചതുരകൂപാരഹ 4 പാടുമുള്ള കടലുകളൊക്കെ കലങ്ങി മറിയുന്നു. പിന്നെ മൂക്കോടെ മുകളിലേക്ക് പൊന്തുമ്പോൾ തൃട്യത്ത് താരാസരാണി നക്ഷത്രങ്ങളൊക്കെ അവ സ്ഥിതി ചെയ്യുന്ന ശ്രേണിയിൽ നിന്നും ആ ഒരു നിരയിൽ നിന്നും സ്ഥാനം തെറ്റി വഴുതി മാറിപ്പോകുന്നു. സ്ഥപുടിത വിബുധസ്ഥാനകാനി ഭൂമികുലുക്കത്തിൽപ്പെട്ട വീടുകളെപ്പോലെ ദേവന്മാരുടെ മാളികകളെല്ലാം പ്രകമ്പനം കൊള്ളുന്നു. ചുരുക്കത്തിൽ ആ പക്ഷി ബാലന്റെ പരാക്രമത്തിന് ശരിയായ ഇര കിട്ടാത്തത് കൊണ്ട് ബോറടി കാരണം മുകളിലേക്കും താഴേക്കുമായി അവൻ വെറുതെ ചുറ്റി പറക്കുകയാണ് ചെയ്യുന്നത് എന്ന് സാരം. ഇങ്ങനെ ദേവലോകത്തെ വിറപ്പിച്ചുകൊണ്ട് പറക്കുന്ന പക്ഷിയെ കണ്ട് ദേവന്മാരൊക്കെ വിറച്ചു. അവൻ്റെ അത്യുഗ്ര ജ്വാലയുടെ തീക്ഷ്ണത കണ്ടിട്ട് അവരെല്ലാവരും കൂടി അഗ്നിദേവന്റെ അടുത്ത് ചെന്നു. അഗ്നിക്ക് കാര്യം മനസ്സിലായി. കശ്യപ മഹർഷിയുടെ പുത്രൻ, ഇവൻ മഹാവിഷ്ണുവിൻ്റെ അംശമാണ് എന്ന് മനസ്സിലാക്കി ദേവന്മാരോട് കൂടി ചെന്ന് കുറച്ച് ദൂരത്തിൽ നിന്നുകൊണ്ട് ഗരുഡനെ നമിച്ച് ഒരു സ്തോത്രം ചൊല്ലി. അപ്പോഴാണ് ഗരുഡന് മനസ്സിലായത് തൻ്റെ തേജസ്സും ശൗര്യവും നിയന്ത്രിക്കാതിരുന്നതാണ് ദേവന്മാർക്ക് ഭീതി ഉണ്ടാക്കിയത് എന്ന്. അവൻ തൻ്റെ ബല ശൗര്യ തേജസ്സുകളെ ചുരുക്കി ഭൂമിയിലേക്ക് മടങ്ങി അമ്മയുടെ അടുത്തെത്തി വസിക്കാൻ തുടങ്ങി. കൂടുതൽ ഓജസ്വിയായും ബലശാലിയായും വളർന്ന ഗരുഡൻ അമ്മയുടെ കൂടെ താനും തൻ്റെ ചിറ്റമ്മയ്ക്ക് വേണ്ടി ദാസ്യപ്രവൃത്തികൾ ചെയ്ത് കാലം കഴിച്ചു. ഒരിക്കൽ കദ്രു വിനതയോടും ഗരുഡനോടും ആജ്ഞാപിച്ചു, തന്നെയും തൻ്റെ മക്കളായ സർപ്പങ്ങളെയും തോളിൽ ചുമന്ന് രാമണീയകം എന്ന പേരുള്ള ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കണം എന്ന്. വിനത കദ്രുവിനെയും ഗരുഡൻ സർപ്പങ്ങളെയും തോളിൽ ചുമന്നുകൊണ്ട് ആ ദ്വീപിലേക്ക് പോയി.
ആ ദ്വീപിലെ മനോഹര കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നാഗങ്ങൾ ഗരുഡനോട്, നീ ഇതുപോലെ പല ദ്വീപുകളും ആകാശത്തിൽ കൂടി പറക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇതുപോലെ വേറെയും ദ്വീപുകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി കാണിക്കൂ എന്ന് ആജ്ഞാപിച്ചു. ഗരുഡൻ ആലോചിച്ചു. എന്നിട്ട് അവൻ അമ്മയോട് ചോദിച്ചു, കിം കാരണം മയാ മാതഃ കർത്തവ്യം സർപ്പഭാഷിതം? എന്തിനാണ് ഈ പാമ്പുകൾ ഇങ്ങനെ നമ്മളോട് ഓരോന്ന് കൽപ്പിക്കുന്നത്? അമ്മേ, ഇവ പറയുന്നതൊക്കെ അനുസരിക്കേണ്ട ഗതി എനിക്കെങ്ങനെയുണ്ടായി? വിനത മറുപടി പറഞ്ഞു, ദുര്യോഗത്താൽ ദാസിയായി ഞാൻ സപത്നിക്ക് ഖഗോത്തമ പന്തയത്തിങ്കലീ സർപ്പജന്തുക്കൾ ചതി ചെയ്യുകയാൽ. ഇത് കേട്ടിട്ട് ഗരുഡൻ വല്ലാതെ ദുഃഖിച്ചു. എന്നിട്ട് പോയി സർപ്പങ്ങളോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്താലാണ് എൻ്റെ അമ്മയെയും എന്നെയും ഈ ദാസ്യപദവിയിൽ നിന്നും വിമുക്തമാക്കുക? മരണമില്ലാതാക്കുന്ന അമൃതത്തെക്കുറിച്ച് അറിഞ്ഞിരുന്ന സർപ്പങ്ങൾ പറഞ്ഞു, നീ നിന്റെ ഓജോ ബലം കൊണ്ട് ദേവലോകത്തിൽ നിന്ന് അമൃതം കൊണ്ടുവന്നാൽ നിന്നെയും നിന്റെ അമ്മയെയും ദാസ്യത്തിൽ നിന്ന് ഒഴിവാക്കി തരാം. ഗരുഡൻ അത് സമ്മതിച്ചു. ആ സർപ്പങ്ങൾ പറഞ്ഞത് കേട്ട് ഗരുഡൻ പെട്ടെന്നൊന്ന് കോപിച്ചു അത്രേ. പക്ഷീന്ദ്രന്റെ ആ ഉഗ്ര കോപഭാവം സ്വാമി ശ്രീ ദേശികാചാര്യർ വർണ്ണിക്കുന്നത് അതിമനോഹരമായിട്ടാണ്. ഭുഗ്ന ഭ്രൂകുട്ടി ഭൃത് ഭ്രമതമിത ഗരുത് ക്ഷോപിതക്ഷ്മാന്തരിക്ഷഃ ചക്രാക്ഷോ വക്രതുണ്ഡ കരതര നഖര ക്രൂരദംഷ്ട്രാ കരാളഃ. ചതിയിൽ കൂടി അമ്മ ദാസിയാക്കപ്പെട്ടത് അറിഞ്ഞപ്പോ ഭുഗ്ന ഭ്രൂകുട്ടി ഭൃത്, അവന്റെ വളഞ്ഞിരിക്കുന്ന പുരികങ്ങൾ നെറ്റി ചുളിഞ്ഞ് ഒന്നുകൂടി വളഞ്ഞ് താഴ്ന്നു. ഭ്രമദമിത ഗരുത്, വലിയ ചിറകുകൾ രണ്ടും ദേഷ്യം കാരണം വിറച്ച് കറങ്ങാൻ തുടങ്ങി. പറക്കല്ല ചെയ്യണേ, ആ ചിറകുകളിട്ട് കറക്കണം. ചിറകുകളുടെ ആ കറക്കം ക്ഷോഭിത ക്ഷ്മാന്തരീക്ഷ, ഭൂമിയെയും ആകാശത്തെയും ക്ഷോഭിപ്പിച്ചു. ചക്രാക്ഷോ വക്രതുണ്ഡ ഖരതര നഖര ക്രൂരദംഷ്ട്രാ കരാളഃ. ചക്രം പോലെ കറങ്ങുന്ന കണ്ണുകളോടും വളഞ്ഞു കൂർത്തിരിക്കുന്ന നാസികയോടും വളരെ മൂർച്ഛയോടെ കഠോരങ്ങളായിരിക്കുന്ന നഖങ്ങളോടും അതിഘോരങ്ങളായ ദംഷ്ട്രങ്ങളോടും ഭയാനക രൂപിയായി തീർന്ന ആ പക്ഷീന്ദ്രനെ കണ്ടിട്ട് ഭയഭര വികല ദന്തശൂ കേന്ദ്രശൂക, ഭയന്നുപോയ സർപ്പങ്ങൾ നാലുപുറമും ഓടിത്തുടങ്ങിയത്രേ. എങ്കിലും തൻ്റെ കോപം ഉള്ളടക്കി ഗരുഡൻ അമ്മയുടെ അടുത്തെത്തി അമ്മയെ ഈ ദാസ്യവൃത്തിയിൽ നിന്നും മോചിപ്പിക്കാൻ ദേവലോകത്ത് പോയി അമൃതം കൊണ്ടുവരാൻ താൻ ഉടൻ പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പായിട്ട്, അമ്മേ, എനിക്ക് എന്തെങ്കിലും കഴിക്കണം, അപാരമായ വിശപ്പുണ്ട് എനിക്ക്. വിനത പറഞ്ഞു, ദൂരെ സമുദ്രത്തിൻ്റെ മധ്യത്തിലുള്ള ഒരു ദ്വീപില് നിഷാദന്മാരുടെ ഒരു ചേരിയുണ്ട്. മനുഷ്യരെ ഉപദ്രവിക്കുന്ന ആ നിഷാദരെ, ആ കാട്ടാളന്മാരെ നീ ഭക്ഷിച്ച് വിശപ്പടക്കി ദേവലോകം പോയിക്കൊള്ളുക. എന്നാൽ പുത്ര, ബ്രാഹ്മണരെ നീ ഒരിക്കലും ഭക്ഷിക്കരുത്. അവരെ ഭക്ഷിച്ചാൽ ചൂണ്ട കൊളുത്തിയതുപോലെ നിന്റെ തൊണ്ടയിൽ നീറ്റലും പൊള്ളലും ഉണ്ടാവും. എന്നിട്ട് വിനത തൻ്റെ പുത്രനെ അനുഗ്രഹിച്ച് യാത്രയച്ചു. ആ സമയത്ത് വിനത മകനെ അനുഗ്രഹിച്ച വാക്കുകൾ വ്യാസമഹർഷി പറയാണ് ഇങ്ങനെ: പക്ഷൗ തേ മാരുത പാതു ചന്ദ്രസൂര്യൗ ച പൃഷ്ഠതഃ ശിരശ്ച പാതു വഹ്നിസ്തേ വസവഃ സർവതസ്തനും അഹം ച തേ സദാ പുത്ര ശാന്തി സ്വസ്തി പരായണ ഇഹാസീന ഭവിഷ്യാമി സ്വസ്തികാരേ രതാ സദാ അരിഷ്ടം വ്രഹ പന്ഥാനം പുത്ര കാര്യാർത്ഥ സിദ്ധയേ. അല്ലയോ വത്സ, നിന്റെ ചിറകുകളെ വേഗവാനായ വായു ഭഗവാൻ സംരക്ഷിക്കട്ടെ. നിന്റെ പിൻഭാഗം സൂര്യചന്ദ്രന്മാർ രക്ഷിക്കട്ടെ. നിന്റെ ശിരസിനെ അഗ്നിഭഗവാൻ രക്ഷിക്കട്ടെ. നിന്റെ മുഴുവൻ ശരീരത്തെയും അഷ്ടവസുക്കളും സംരക്ഷിക്കട്ടെ. നിനക്ക് ശാന്തിയും മംഗളവും ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നിനക്ക് നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ക്ലേശം കൂടാതെ നീ പോയി കാര്യം സാധിച്ചു വരിക. എത്ര മനോഹരമായ അനുഗ്രഹവചനമാണ് ഈ അമ്മയുടേത്, അല്ലേ? രാജ്യം രക്ഷിക്കാൻ പട്ടാളത്തിൽ ചേരാൻ പോകുന്ന പുത്രനായാലും വിദേശത്തേക്ക് ഉദ്യോഗം അന്വേഷിച്ച് പോകുന്ന പുത്രനായാലും അനുഗ്രഹിച്ച് വഴി അയക്കുന്ന ഒരു ഭാരതീയ മാതാവിൻ്റെ ചിത്തവികാരം ഇതേ രീതിയിൽ തന്നെയല്ലേ ഉണ്ടായിരിക്കുള്ളൂ. മഹാഭാരതത്തിൽ വരുന്ന വിനതയുടെ ഈ ആശീർവചനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വാൽമീകി രാമായണത്തിൽ അയോധ്യാകാന്ഡത്തിൽ വരുന്ന ഒരു രംഗമാണ്. 14 വർഷം വനവാസത്തിന് പുറപ്പെടുന്ന ശ്രീരാമൻ
എല്ലാവരുടെ അടുത്തും ചെന്ന് വിട പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ച ശേഷം ഒടുവിൽ തൻ്റെ അമ്മയായ കൗസല്യയുടെ അടുത്തെത്തി. രാമൻ്റെ വേർപാട് കൊണ്ട് പല രീതിയിലും തനിക്ക് ഉണ്ടാവാൻ പോകുന്ന ദുഃഖങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം കൗസല്യ തൻ്റെ പുത്രന് യാത്രാമംഗളം നേരുകയാണ്. ഇങ്ങനെ: യന്മംഗളം സുപർണസ്യ വിനത അകൽപ്പയത്തു പുര അമൃതം പ്രാർത്ഥയാനസ്യ തത്തേ ഭവതു മംഗളം. പണ്ടൊരിക്കൽ അമൃതം കൊണ്ടുവരാൻ പുറപ്പെട്ട ഗരുഡന് വിനത ഏതൊരു മംഗളം ആശംസിച്ചുവോ അതേ മംഗളം തന്നെ നിനക്കുമുണ്ടാകട്ടെ എന്നാണ് കൗസല്യ ശ്രീരാമനെ അനുഗ്രഹിച്ച് അയക്കുന്നത്. അമ്മയുടെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷം ആ പക്ഷി ശ്രേഷ്ഠൻ ചിറക് വിരിച്ച് ആകാശത്തിൽ ഉയർന്നു. ഒരുവിധം വിശപ്പ് സഹിച്ച് ഒടുവിൽ ആ കാട്ടാളന്മാർ വാഴുന്ന ദ്വീപിൽ പറന്നെത്തി. ചിറകിട്ടടിച്ച് ആ പ്രദേശമാകെ പൊടിപടലം കൊണ്ട് മൂടി, കടലിലെ ജലം ഇളക്കി മറിച്ചും വൃക്ഷങ്ങളൊക്കെ പിടിച്ച് കുലുക്കിയും നിഷാദന്മാരെ നന്നായി ഭയപ്പെടുത്തി. എന്നിട്ട് ശരീരം വലുതാക്കി തൻ്റെ ചിറകുകളെ കൊണ്ട് പൊതിഞ്ഞ് ബാക്കി എല്ലാ വഴികളും അടച്ച് വായ വലുതായി വിടർത്തി പിടിച്ചു. നിഷാദന്മാരെല്ലാവരും കൂട്ടത്തോടെ ഗരുഡൻ്റെ വായിലേക്ക് ഓടിക്കയറി. എല്ലാവരും അകത്തേക്ക് കയറി എന്ന് ഉറപ്പായപ്പോൾ ചുണ്ടുകൾ രണ്ടും അടച്ച് എല്ലാറ്റിനെയും കൂടി വിഴുങ്ങാൻ പോയപ്പോൾ അതാ തൊണ്ടയിലൊരു എരിച്ചിൽ. ആരാണ് ഈ ബ്രാഹ്മണൻ എൻ്റെ വായയ്ക്കകത്ത് കടന്നിരിക്കുന്നത്? ദ്വിജോത്തമ വിനിർഗച്ഛ തൂർണമാസ്യാതപാവൃതാത് നഹിമേ ബ്രാഹ്മണോ വധ്യ പാപേഷ്വപി രതസ്സദാ. ഹേ ബ്രാഹ്മണോത്തമ, വേഗം പുറത്തേക്ക് വരൂ, ഞാൻ വായ് തുറന്നു തരാം. ബ്രാഹ്മണനെ, അവനൊരു പാപിയാണെങ്കിൽ പോലും ഞാൻ കൊല്ലില്ല. ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് നിഷാദ സ്ത്രീയായ ഒരു ഭാര്യ കൂടി എൻ്റെ കൂടെയുണ്ട്, അവളെയും കൊണ്ടേ ഞാൻ ഇറങ്ങൂ. തുലഞ്ഞു പോട്ടെ, വേഗം അവളെയും കൊണ്ട് പുറത്തേക്ക് ചാട്. തൊണ്ട ചുട്ടുകൊള്ളുന്നത് സഹിക്കാതെ ഗരുഡൻ ഉറക്കെ പറഞ്ഞു. ബ്രാഹ്മണനും അയാൾ കാട്ടാള ജാതിയിൽ കെട്ടിയ പെണ്ണും ഇറങ്ങി ഓടിയതിനു ശേഷം ഗരുഡൻ ബാക്കിയുള്ളവരെ വിഴുങ്ങി. ഇവിടെ ഗരുഡപഞ്ചാശത്തിലെ 2 കൗതുകകരമായ ശ്ലോകങ്ങളും കൂടി നമുക്കൊന്ന് ആസ്വദിക്കാം. ഗരുഡന്റെ പ്രവേശനം കാട്ടാളന്മാരുടെ ചേരിയിൽ ആകെ വിഭ്രാന്തി ഉണ്ടാക്കിയത് വർണ്ണിക്കുകയാണ്. കിം നിർഘാത കിമർക്ക പരിപതതി ദിവ കിം സമിദ്ധോയമൗർവഃ കിം സ്വിത് കാർത്തസ്വരാദ്രിർ നനു വിദിതമിദം വ്യോമവർത്മാ ഗരുത്മാൻ ആസീദത്യാജിഹീർഷത്യഭിപതതി ഹരത്യത്തി ഹാ താത ഹാംബേത്യാലോപോദ്യുക്ത ഭില്ലാകുല ജഠരപുട പാതുന പത്രിനാഥ. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ഗരുഡന്റെ വിനാശകരമായ ആക്രമണം നേരിടേണ്ടി വന്ന കാട്ടാളന്മാർ അലറുകയാണ്. കിം നിർഘാതഃ ദിവഃ പരിപതതി അർക്കഃ കിം അയം സമിദ്ധഃ ഔർവഃ കിം കിം സ്വിത് കാർത്തസ്വരാദ്രിഹി. അയ്യോ, ഇതെന്താണ്? ആകാശത്ത് നിന്നുള്ള ഇടിവെട്ടാണോ? സൂര്യൻ അടർന്നു വീഴുന്നതാണോ? സമുദ്രത്തിലെ ബടവാമുഖാഗ്നി കത്തി എരിയുകയാണോ? അതോ മേരുപർവ്വതം തന്നെ ഉരുണ്ടു വരികയാണോ? നനു വിദിതം ഇതം വ്യോമവർത്മാ ഗരുത്മാൻ. ഓ, മനസ്സിലായി, ഇത് ഗരുത്മാൻ ആണ്. ഗരുത്തുകൾ എന്ന് പറഞ്ഞാൽ ചിറകുകൾ, ചിറകുകളെ കൊണ്ട് പറക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഗരുത്മാൻ എന്ന് ആ പക്ഷിരാജനെ പറഞ്ഞത്. ആകാശത്തിൽ നിന്നും ഇതാ ആ ഗരുത്മാൻ പറന്നടുക്കുന്നു. ആസീദതി, അയ്യോ ഇതാ അടുത്തേക്ക് വരുന്നു. അഭിപതതി, ഇതാ നമ്മുടെ മേലെ വീഴാൻ പോകുന്നു. ആജിഹർഷതി, ഇതാ കൊത്താൻ പോകുന്നു. ഹരതി, ഇതാ നമ്മെ പിടിക്കുന്നു. അത്തി, ഇതാ നമ്മെ വിഴുങ്ങുന്നു. ഹാ താത, അയ്യോ അച്ഛാ. ഹാ അമ്പേ, അയ്യോ അമ്മേ. പിന്നെ കേൾക്കുന്നത് ആകെ ഉച്ചത്തിലുള്ള അലറലും തേങ്ങലും മോങ്ങലും ഏങ്ങലും വിങ്ങലും വിതുമ്പലും നിലവിളികളും കൂട്ടക്കരച്ചിലുകളും മാത്രം. ഗരുഡന്റെ വായയുടെ 2 അറ്റത്തു നിന്നും ഒഴുകുന്നു ചോര. ആ കാട്ടാളന്മാരുടെ ചോര പാനം ചെയ്തത് കൊണ്ട് മാത്രമാണ് ആ പക്ഷിരാജന്റെ ദാഹം തീർന്നത്. ചാണക്കല്ലിൽ ഉരച്ച് മൂർച്ച കൂട്ടിയതുപോലെ കൂർത്ത ദംഷ്ട്രങ്ങളെ കൊണ്ട് ആ പക്ഷീന്ദ്രൻ നിഷാദന്മാരുടെ തലയോടുകളും എല്ലുകളും കറുമുറ എന്ന് കടിച്ചരയ്ക്കുന്നു. ആസൃക് വ്യാപ്തൈർ അസൃഗ്ഭിർ ദുരുപശമ തൃഷ ശാതനീ ശാതദംഷ്ട്ര കോട്ടീലോട്ടത് കരോട്ടീ വികടകട കടാരാവ ഘോരാവതാര. സംസ്കൃത ഭാഷയിലെ ഖരാക്ഷരങ്ങൾ യഥോചിതം ഉപയോഗിച്ച് കവിതാർക്കിക കേസരിയായ ശ്രീ ദേശികാചാര്യർ ഉണ്ടാക്കിയിരിക്കുന്ന ശബ്ദ ചമത്കാരം നോക്കൂ.
എല്ലുകളും കപാലങ്ങളുമൊക്കെ പല്ലുകൊണ്ട് കടിച്ച് പൊട്ടിക്കുന്ന ശബ്ദം പോലെ തോന്നിപ്പിക്കുന്ന അക്ഷരങ്ങൾ. കോടീ ലോട്ടത് കരോടീ വികട കടകടാരാവ ഘോരാവതാര. അങ്ങനെ തൽക്കാലം വിശപ്പിന് ചെറിയ ഒരു ശമനം കിട്ടിയതുകൊണ്ട് അവിടുന്ന് പക്ഷിരാജൻ ദേവലോകത്തേക്ക് പറന്നുയരാൻ തുടങ്ങി. ഗരുഡോപാഖ്യാനത്തിൻ്റെ ബാക്കി കഥ നമുക്ക് അടുത്ത ഭാഗത്തിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.